ഇനി നമ്മൾ കൂടുതൽ വാർത്തകൾക്കായി മധ്യ കേരളത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചൊരു വാർത്തയാണ്. അതായത് ഈ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരടക്കം മർദ്ദിച്ചിരുന്നു. അതൊക്കെ അന്ന് വലിയ വിവാദമാവുകയാണ്. എന്നാൽ ആ കേസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ ഗൺമാൻമാർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ശ്രമമാണ്. അതനുസരിച്ച് കോടതിയിൽ റഫറൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. എന്തായാലും അതിന് പറയുന്ന ഒരു കാരണം വിചിത്രമാണ്. അത് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലെ ആരോപണങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുന്നു തുടങ്ങിയ വാർത്തകളാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഗുഡ് മോർണിംഗ്. സിജോ, ഇതിപ്പോൾ വാർത്ത കണ്ടപ്പോൾ ഏറ്റവും പ്രധാനമായി തോന്നിയത് ഈ ഗൺമാൻമാർക്ക് ക്ലീൻ ചിറ്റ് നൽകാനുള്ള ഒരു നീക്കമാണ്. കാരണം അന്ന് നമ്മളൊക്കെ കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ ഈ അന്വേഷണ സംഘം മാത്രം അത് കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയതേ, കാരണം സെയ്ഫിനോട് ചിരിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് ആരുടെ ചിരിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരുടെ ചിരി പറയുമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ചിരി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ കേരള പോലീസ് തന്നെ ഇല്ല, എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലോട്ട് വന്നത്, ഞാൻ പറയുന്ന ആദ്യം വരുന്ന വാർത്ത തന്നെ കേരളത്തെ മുഴുവൻ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാർത്ത ഈ പോലീസിന്റെ ഈ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾ ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതൊരു വലിയ ചിരി നൽകുന്ന ഒരു വാർത്ത കൂടി എന്ന നിലയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തതെന്നുള്ളതാണ്. കാരണം നമ്മൾ ഉൾപ്പെടെ നിരവധി തവണ സംപ്രേഷണം ചെയ്തതാണ്. പലയിടങ്ങളിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലി ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളൊക്കെ നിരവധി തവണ വാർത്തകളൊക്കെ വരികയും ചെയ്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ കേരള പോലീസ് മാത്രമേ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി പലതും കാണുന്നില്ല, അറിയുന്നില്ല. പല ചോദ്യങ്ങൾ ചിരിയിലൊതുക്കി മാത്രം വരുന്ന ഒരു സാഹചര്യത്തിൽ കേരള പോലീസ് ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ കൃത്യമായൊരു തെളിവ് കിട്ടിയിട്ടില്ല എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് ഗൺമാന്മാർ ഇറങ്ങി മർദ്ദിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയിൽ ഒരു റഫറൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ റിപ്പോർട്ടിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം അത്രയും ഗൗരവമായൊരു വിഷയമാണ്. കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കാത്തതാണോ ഈ വിഷയത്തിലുള്ള വീഴ്ച എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി എന്തായാലും പരിശോധിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഇത് കോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടാകുക. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എറണാകുളത്താണുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളിൽ അന്വേഷണമാണ്. ഇതിൽ സിദ്ദിഖ് ഇടക്കാല ജാമ്യം ലഭിച്ച ഏകദേശം ഒരു 4-5 ദിവസമായി. ഇത് സിദ്ദിഖ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ എത്രയോ ഗൗരവകരമായ സംഭവങ്ങളുണ്ടാകും, സാക്ഷികളെ സ്വാധീനിക്കുമെന്നൊക്കെ പറഞ്ഞ് ശക്തമായി വാദിച്ച പ്രോസിക്യൂഷനും അതിനൊപ്പം നിൽക്കുന്ന പോലീസ് ഇപ്പോൾ കാണുന്നില്ല. കാരണം സിദ്ദിഖ് വെളിച്ചത്തിറങ്ങി, പക്ഷേ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുക എന്നൊരു സാഹചര്യമാണ്. എന്തായാലും ഉടനെ തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് നടന്മാർ, ഈ ജയസൂര്യ, അതല്ലെങ്കിൽ ഈ പറയുന്ന നിവിൻ പോളി തുടങ്ങിയ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ന് വിവരങ്ങൾ തേടിയിരുന്നുവെങ്കിലും ഇവർക്കെതിരെ കേസെടുക്കുന്ന നടപടികളിലോട്ട് പോയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള കാര്യങ്ങളിലേക്കുള്ള അന്വേഷണ സംഘം നീങ്ങുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്.